ഹായ് എവ്രി വൺ, നെയിം ലിഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാർ പോകാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂന്നാർ വട്ടവട സ്റ്റേ ചെയ്യാനായിട്ടൊരു സ്ഥലം തപ്പുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അത് ബാച്ചിലേഴ്സ് ആവട്ടെ, ഫാമിലി ആവട്ടെ, ഇനി ഗേൾസ് ഓൺലി ആവട്ടെ, വലിയൊരു ഫാമിലി ആവട്ടെ, എല്ലാവർക്കും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ റിസോർട്ടിൻ്റെ പേര് PK's മിസ്റ്റി വ്യൂ എന്നാണ്. ഒരു കുഞ്ഞു ഫാമിലി, അതായത് ഒരു ന്യൂക്ലിയർ ഫാമിലി, ഫാദർ മദർ 2 കുട്ടികൾ, അങ്ങനെയുള്ളവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ് കേട്ടോ ഞാൻ ആദ്യം കാണിക്കുന്നത്. ഈ ഒരു റൂമിൻ്റെ റേറ്റ് വന്നിട്ട് 3000 രൂപയാണ്. അതായത് 3 വലിയ ആളുകൾക്ക് താമസിക്കാൻ പറ്റും. ഈ റൂമിൻ്റെ പ്രത്യേകത ഈ ജനലാണ്. ഇതിൽ കൂടി ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ പുറത്ത് മഞ്ഞ് പെയ്യുമ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഗ്ലാസ്സിൽ മഞ്ഞ് തുള്ളിയൊക്കെ ആയിട്ട് നല്ല രസമാണ്. കുളിക്കാനായിട്ട് ഹീറ്ററും കെറ്റിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ എല്ലാ റൂമിലും വൈഫൈയും അവൈലബിൾ ആണ്. ആക്ച്വലി ഇത് 3 വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റൂം ഉദ്ദേശിച്ചിരിക്കുന്നത്. എക്സ്ട്രാ ബെഡ് വേണമെന്നുണ്ടെങ്കിൽ 500 രൂപ കൊടുത്താൽ മതി. കുഞ്ഞു കുട്ടികൾ വാവനയൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കവിടെ കിച്ചൺ അവൈലബിൾ ആണ്. നമുക്ക് കിച്ചൺ യൂസ് ചെയ്തിട്ട് കുറുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കുഞ്ഞിന്. പിന്നെ ഫുഡ് കാര്യത്തിൽ പേടിക്കാനില്ല, കാരണം നമ്മുടെ മിസ്റ്റി വ്യൂവിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചായക്കടയും ഉണ്ട്. അല്ലാതെ അത്യാവശ്യം നല്ല ടേസ്റ്റിൽ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഈ പറയുന്ന റേറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടത് ഇതുപോലെ തന്നെയുള്ള മറ്റൊരു റൂമാണ്. ഇങ്ങനത്തെ ഒരു 4 റൂംസ് അവൈലബിൾ ആണ്. ഈ ഒരു റിസോർട്ടിൽ നിന്ന് നോക്കിയാൽ വട്ടവട ഗ്രാമം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. സ്ട്രോബെറി, ഇവരുടെ ഇതിൽ തന്നെ കോമ്പൗണ്ടിൽ തന്നെ സ്ട്രോബെറിയുടെ ചെറിയ രീതിയിലുള്ള ഫാമുണ്ട്, ക്യാബേജ് ഉണ്ട്, കുറേ അധികം ചെടികളും നല്ല വ്യത്യസ്തമുള്ള ലീഫുകളുള്ള ചെടികൾ, പൂക്കളുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. അടുത്തത് നമുക്കൊന്ന് മഡ് ഹൗസിലേക്ക് പോവാം. മഡ് ഹൗസ് കിട്ടാൻ ഇച്ചിരി പ്രശ്നമാണ്, കാരണം മിക്കവാറും ഞാൻ നോക്കുന്ന സമയത്തൊക്കെ ബുക്ക്ഡ് ആയിരിക്കും. നല്ല തണുപ്പുള്ള സമയത്ത് മഡ് ഹൗസിൽ കിടക്കുമ്പോൾ വേറൊരു ഫീൽ തന്നെയാണ്, മറ്റു റൂമുകളെ പോലെയല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് വേറൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുക. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ താമസിച്ചത് മഡ് ഹൗസിലായിരുന്നു. രാത്രി നല്ല തണുപ്പിൽ ഇവിടെ തീയൊക്കെ കത്തിച്ച് ചുറ്റും കൂടി ഇരുന്ന് നല്ല രസമാണ്. വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു ഇതിന് മുന്നേ വന്നപ്പോൾ. അപ്പോൾ നല്ല രസമായിരുന്നു, തീയൊക്കെ കത്തിച്ച് നല്ല എൻജോയ് ചെയ്തു. അന്ന് ഇവിടെ ഊഞ്ഞാലൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി മഡ് ഹൗസിൻ്റെ റേറ്റ് വന്നിട്ട് 5000 രൂപയാണ്. 7 പേർക്ക് വരെ ആ റൂം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്ക് 2 റൂമുകളായിട്ടാണ് ഉള്ളത്. വലിയൊരു ഫാമിലി ആണെങ്കിൽ, വലിയ കുട്ടികളുള്ള ഫാമിലി ആണെങ്കിൽ പാരൻസിനും കുട്ടികൾക്ക് സെപ്പറേറ്റ് റൂമൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൂമാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു റേറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. എക്സ്ട്രാ ബെഡിന് 500 റുപ്പീസാണ്. ഇതുപോലുള്ള 2 മഡ് ഹൗസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കിച്ചൺ വേണമെന്നുണ്ടെങ്കിൽ 3 പേഴ്സണ് 500 രൂപ വെച്ചിട്ടാണ് ചാർജ്. ഇനി പുറത്തുനിന്ന് ഹോട്ടൽ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് ഡെലിവറി അവൈലബിൾ ആണ്. അടുത്തുള്ള ഹോട്ടൽസൊക്കെ ഫുഡ് ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഡോർമെറ്ററി നോക്കാം. 500 രൂപയാണ് പെർ പേഴ്സൺ. അതുപോലെ തന്നെ 10 പേര് വരെ അവർ അക്കോമഡേറ്റ് ചെയ്യും. ഇപ്പോൾ നിലവിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് എൻ്റെ കസിൻസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബസ്സിൽ കയറിയിട്ട് വട്ടവട ചെന്ന്, ഇപ്പോൾ ഡോർമെറ്ററി ഉണ്ടല്ലോ അവിടെ ഒന്നിച്ച് സ്റ്റേ ചെയ്യണം എന്നുള്ളത്. അത്യാവശ്യം നല്ല സേഫായിട്ടുള്ള സ്ഥലമാണ്. അത് തന്നെ ആലുവയിൽ നിന്ന് ഒരു രാവിലെ 4:30 KSRTC ബസ്സുണ്ട്, 7:30 പ്രൈവറ്റ് ബസ്സുണ്ട്. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ബസ്സിന് എത്താൻ പറ്റും. ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് നടന്നാൽ മതി PK's മിസ്റ്റി വ്യൂവിലേക്ക്. അപ്പോൾ നല്ല എന്താ പറയുക, ബസ്സിലിരുന്ന് കാണുന്ന വ്യൂവും കാറിലിരുന്ന് കാണുന്ന വ്യൂവും തമ്മിൽ വ്യത്യാസമുണ്ട്. അടിമാലി, നേര്യമംഗലം കാടൊക്കെ അങ്ങനെ ഇരുന്ന് കാണാൻ നല്ല രസമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ഡിസംബറിലാണ് ഞാനിപ്പോൾ ഇവിടെ വട്ടവടയിൽ വന്നിരുന്നത്. എനിക്ക് ആ ഒരു ഡിസംബർ മാസം ശരിക്കും എൻ്റെ കസിൻസിൻ്റെ ഒപ്പം വരണം എന്നായിരുന്നു പ്ലാനൊക്കെ പൊളിഞ്ഞു പോയി. അങ്ങനെയാണല്ലോ, എല്ലാവരും ഒന്നിച്ച് കിട്ടാൻ ഇച്ചിരി പ്രശ്നമാണ്. പിന്നെ ചെക്കിൻ ടൈം ഉച്ചയ്ക്ക് 2 തൊട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 വരെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ബസ്സിനൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 12:30 ആലുവക്ക് ബസ്സുണ്ട് വട്ടവടയിൽ നിന്ന്. വട്ടവടയിലെ ഗ്രാമങ്ങളും അതുപോലെ തന്നെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, വാട്ടർഫാൾ ഉണ്ട്. നമ്മുടെ ഭ്രമരം മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമില്ലേ, കാട് പോലെ, അത് കാണാനൊക്കെ ആയിട്ട് നമുക്ക് ഇവർ തന്നെ നമുക്ക് ഒരു ജീപ്പ് അറേഞ്ച് ചെയ്ത് തരും. ഒരു ജീപ്പിന് 2000 രൂപയാണ്. സോ അതിനകത്ത് കൊള്ളുന്ന ആളുകൾക്ക് കയറാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ 2000 ഷെയർ ഇട്ടെടുക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് ആവുള്ളൂ. സ്ട്രോബെറി ഫാമിൻ്റെ ഒന്നും വീഡിയോ കാര്യങ്ങൾ ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ശരിക്കും. കൃഷിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ ട്രൈബൽ കോളനികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വെള്ളച്ചാട്ടമാണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ. സോ ഈ ഒരു ജീപ്പിൽ 3 മണിക്കൂറാണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത്. 26 കിലോമീറ്ററാണ് ഉള്ളത്. സോ ജീപ്പിന് 2000
ആണ് ഉള്ളത്. അവിടെ ഉള്ളവരുടെ അടുത്ത് കെയർ ടേക്കറുടെ അടുത്ത് പറഞ്ഞാൽ ജീപ്പൊക്കെ അറേഞ്ച് ചെയ്ത് തരും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ പോവാം. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൂടൽമഞ്ഞാണ് നിങ്ങളീ കാണുന്നത്. ചെറിയൊരു തണുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും ഡിസംബറിൽ നല്ല തണുപ്പ് ഉണ്ടാവേണ്ടതാണ്, എന്നാലും ഇതൊരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഓവർ തണുപ്പില്ല, ചൂടുമില്ല, നല്ലൊരു ക്ലൈമറ്റായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് തൊട്ട് മുന്നിലുള്ള ചായക്കട. അവിടെ നല്ല പുട്ടും കടലയും പൊറോട്ടയും മുട്ടക്കറിയും ഒക്കെ കിട്ടും. ഉച്ചക്ക് ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നൊരു കടയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ റിലാക്സ് ആയിട്ട് പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സ്പൈസസ് ഉണ്ടല്ലോ, അതും ചായപ്പൊടി, ഫസ്റ്റ് ക്വാളിറ്റി ചായപ്പൊടിയും തേനും കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ, യൂക്കാലിയുടെ ഓയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കടയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനവിടെ കയറിയിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ റിസോർട്ടിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ ത്രൂ ആണ് ഈ ഒരു ഇത് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് കിട്ടും. Anyway, thank you so much for watching.